ഇ.ടി. മുഹമ്മദ് ബഷീർ JPC-യിലെ പ്രത്യേക ക്ഷണിതാവാവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കോൺഗ്രസിന് ഇപ്പോൾ 3 അംഗങ്ങളാണ് ലോക്സഭയിൽ നിന്നുള്ളത്. ഇപ്പോൾ അംഗങ്ങളുടെ എണ്ണം കൂട്ടിയ സാഹചര്യത്തിൽ 2 അംഗങ്ങളെ കൂടി രാജ്യസഭയിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. മുകുൾ വാസ്നിയെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇന്ന് സ്പീക്കറെ കണ്ടിട്ട് 1 അംഗത്തെ കൂടി ലോക്സഭയിൽ നിന്ന് നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. അതായത് ഇന്ത്യ സഖ്യത്തിന് ഒരു അംഗമാകാം എന്നുള്ള തരത്തിൽ ഒരു നിർദ്ദേശം വെച്ചത്. ഗൗരവ് ഗൊഗോയും കൊടിക്കുന്നിൽ സുരേഷുമാണ് സ്പീക്കറെ കണ്ടത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഇ.ടി. മുഹമ്മദ് ബഷീർ ആകാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു. പാർലമെന്ററി കാര്യമന്ത്രിയും അക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇ.ടി. മുഹമ്മദ് ബഷീറിനെ JPC-യിൽ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്താം എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ സ്പീക്കർ നൽകിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ JPC-യുടെ എണ്ണം പ്രത്യേക ക്ഷണിതാവ് അടക്കം 40-ലേക്ക് ഉയരും. നേരത്തെ 31 സമിതിയാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിൽ ഇന്ന് പ്രമേയം ലോക്സഭയിൽ വന്നപ്പോൾ 8 അംഗങ്ങളുടെ കൂടി വർധന ഉണ്ടായിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 6-ഉം രാജ്യസഭയിൽ നിന്ന് 2 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി 39 ഉയർത്തിയാണ് ഇന്ന് പ്രമേയം അവതരിപ്പിച്ചത്. അതിലാണ് 1 അംഗത്തെ കൂടി ഉൾപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. പ്രത്യേക ക്ഷണിതാവായി ഇ.ടി. മുഹമ്മദ് ബഷീർ വരും. ശരി, പി. വസന്താണ് വിവരങ്ങൾ നൽകിയത്. ശീതകാല സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. 11 മണിക്ക് രാജ്യസഭ ചേർന്ന് രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. ഈ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട JPC പുനഃസംഘടിപ്പിച്ചു. 40 അംഗങ്ങൾ ഇപ്പോൾ.